രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു. നേരത്തെയുള്ള 2 കേസുകളിലും രാഹുലിന് അതിവിദഗ്ധമായി രക്ഷപ്പെടാൻ സാധിച്ചു. ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞു. ഈ ഒളിവിൽ കഴിയുന്ന സമയത്തൊക്കെ നിയമ നടപടികളുമായി നിയമപരമായ വഴികളുമായി മുന്നോട്ട് പോയി. തുടർന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് അറസ്റ്റ് എന്ന രീതിയിലേക്ക് MLA എത്തിയില്ല എന്നത് പ്രധാനമാണ്. അതുതന്നെയായിരുന്നു പലപ്പോഴും കോൺഗ്രസ് നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ച ഒരു ന്യായം എന്ന് പറയുന്നത്. നേരത്തെയുള്ള 2 കേസുകളിലേക്കാളും ഗൗരവമുള്ള കേസിലാണ് ഇപ്പോൾ മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. അതായത് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചനകൾ രാഹുലിന് കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായും മറ്റൊരു മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ കോടതിയെ സമീപിച്ചതിനെ, ഒരുപക്ഷെ അത് നേടിയെടുത്തതിനെയും അറസ്റ്റ് എന്നത് പോലീസിന് അസാധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതിനെ. പക്ഷേ ഇപ്പോൾ അതിവിദഗ്ധമായി നീക്കിയ കരുനീക്കങ്ങൾ പോലീസ് അത് ഫലം കണ്ടിരിക്കുന്നു. രാഹുൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലും അറസ്റ്റിലുമായി മാറുന്ന പശ്ചാത്തലമാണ്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. മിഥുന്, ഇത് ഗൗരവമേറിയ ഒരു സംഭവമാണ്. രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും. ഈ പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതിന് ഉപോത്ബലകമായ തെളിവുകളും ആ പെൺകുട്ടി ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സൈക്കോ ക്രിമിനലിനെ പോലെ ഒരു MLA ഇങ്ങനെ അഴിഞ്ഞാടുന്ന പശ്ചാത്തലം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമാണ്. തീർച്ചയായും രഞ്ജിത്ത്, അതായത് മുൻപുള്ള 2 കേസുകളെ പോലെയല്ല ഈ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാഹുലിന് കൂടുതൽ കുരുക്കുമുറുകുന്ന തരത്തിൽ ഉള്ള തെളിവുകൾ ഈ യുവതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ, കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഒരു കാര്യം മാത്രം യുവതി ആവശ്യപ്പെട്ടിരുന്നു. അതായത് ഈ വിഷയത്തിൽ മുൻപ് ഉണ്ടായ 2 പരാതികളിലും ആ യുവതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ, ഒപ്പം തന്നെ അവർക്ക് പിന്നീട് അവർ ഉയർത്തിയ പരാതി തെറ്റാണ് എന്ന രീതിയിൽ ഒക്കെ സൈബറിടത്തിലൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി വളരെ ആശ്വാസകരമായി വീണ്ടും പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി MLA എന്ന ലേബൽ നടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകണം. ഒപ്പം മറ്റൊന്ന്, ഈ പരാതികളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള, അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള ആളുകൾ തന്നെ കൃത്യമായി വിവരങ്ങൾ ചോർത്തി രാഹുലിന് കൈമാറുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമൂലം രാഹുലിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. രാഹുലിന് കൃത്യമായി പഴുതുകൾ അടയ്ക്കാനും മുൻകൂർ ജാമ്യ ഹർജി തേടി കോടതിയെ സമീപിക്കാനും അവിടെ നിന്ന് ഈസിയായി ഊരിപ്പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ കൃത്യമായ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകണം. മറ്റാരും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാൻ പാടില്ല. അതിനുശേഷം മാത്രമേ ഈ തെളിവുകൾ, അതായത് ബാക്കിയുള്ള തെളിവുകൾ, ഇപ്പോൾ താൻ പറഞ്ഞത് വാക്കാൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ബാക്കി ഉള്ള തെളിവുകൾ, അതിൻ്റെ ഹാർഡ് കോപ്പി ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് അതിനുശേഷം മാത്രമേ കൈമാറൂ എന്ന് യുവതി കൃത്യമായി പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ AIG G പൂങ്കുഴലിക്ക് കൃത്യമായി ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ 2 കേസിലും ഉണ്ടായ തിരിച്ചടി അത് ഈ ഒരു കേസിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി പ്ലാനിങ് ചെയ്തതുപോലെ തന്നെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം, അതായത് മുഖ്യമന്ത്രിയെ പി ശശിക്കും ഒപ്പം തന്നെ AIG G പൂങ്കുഴലി മറ്റ് 2-3 വിശ്വസ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവർക്ക് മാത്രമാണ് ഈ ഒരു വിവരത്തെക്കുറിച്ച്, അതായത് ഈ ഒരു പരാതിയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശത്തുള്ള യുവതിയുമായി വീഡിയോ കോൺഫറൻസിലൂടെ ബന്ധപ്പെടുന്നു, വിവരങ്ങൾ ചോദിച്ച് അറിയുന്നു, കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു, അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം മിഥുൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിവരങ്ങൾ പലപ്പോഴും ചോർന്നു പോകുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ആദ്യമായല്ല, നീലപ്പെട്ടി വിഷയത്തിലും സമാനമായ ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനവധി ബന്ധങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, എത്രയോ നാൾ ഈ MLA ഒളിവിൽ കഴിഞ്ഞു. ഒളിവിലല്ല, എല്ലാ പോലീസുകാർക്കും അറിയാവുന്ന സ്ഥലങ്ങളിൽ കഴിഞ്ഞു. എന്നിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത പോലീസ് സംവിധാനമായിരുന്നു നമ്മളുടേത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ കുറച്ചുകൂടി കാര്യക്ഷമമായി പോലീസ് കാര്യങ്ങൾ നീക്കി. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഒരു നീക്കം രാഹുലിന് നടത്താനാവാത്ത വിധം പഴുതടച്ചു. അങ്ങനെ എല്ലാ കുരുക്കുകളും കൃത്യമായി മുറുക്കിയാണ് പോലീസ് സംഘം ഇത്തവണ നീങ്ങിയത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും രാജ്യത്ത് കൃത്യമായി പഴുതടച്ച അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു തരത്തിലും രാഹുൽ ഊരിപ്പോകാൻ പാടില്ല, ഒരു തരത്തിലും രക്ഷപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൽ പരാതിയിൽ നിജസ്ഥിതി ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക, അതിനുശേഷം കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതെല്ലാം കൃത്യമായി പാലിക്കുകയും ഈ വിഷയം ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല. അതായത് വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുള്ള കേസ് മുതൽ തുടങ്ങിയതാണ്. അതിനുശേഷം
പെട്ടി വിവാദം വന്നു, പിന്നാലെ രണ്ട് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വന്നു. ഈ 4 കേസിലും രാഹുലിന് കൃത്യമായ വിവരങ്ങൾ നൽകിയത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതായത് ഈ അന്വേഷണം നടക്കുന്ന ടീമിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തന്നെ. അതാരാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിക്കൂ. അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ, അതായത് എങ്ങോട്ടേക്കാണ് അന്വേഷണ സംഘം മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് അടുത്ത നടപടി, അല്ലെങ്കിൽ ഇനി എവിടേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ രാഹുലിനെതിരെ ഇന്ന തെളിവുകൾ കൈവശമുണ്ട് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഇവർ കൈമാറുന്നുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പിന്നീട് കാണാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തത്. അതായത് അതിലൊരു പ്രധാനപ്പെട്ട വിവരം ഈ യുവതി നൽകിയതായിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. അതായത് ഈ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടുള്ള കേസ് അത് നടക്കുമ്പോൾ ചില വിവരങ്ങൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ കൈമാറുന്നു. ആ അറസ്റ്റ് അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വേളയിലാണ് അത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് ചോർത്തി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ഇപ്പോൾ എങ്ങും എത്തിയില്ല. രണ്ടാമത്തെ കേസ് പെട്ടി കേസായിരുന്നു. ആ കേസും എവിടെ എത്തി എന്നുള്ള കാര്യം നമുക്കറിയാം. മൂന്നാമതാണ് ഈ ബലാത്സംഗ പരാതികളുമായി ആദ്യമായി ഒരു യുവതി രംഗത്ത് വരുന്നത്. ആ കേസിലും രണ്ടാമത്തെ പരാതിക്കാരിക്കുമെതിരെ വലിയ രീതിയിൽ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ രാഹുലിൻ്റെ ബന്ധമുള്ള വിദേശത്തുള്ള വ്യക്തികൾ കേന്ദ്രീകരിച്ച് രാഹുലിൻ്റെ സൈബർ ലോകത്ത് ഒരു വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാം. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉള്ളതിനേക്കാൾ വലിയ ഒരു സംഘം ഇത്തരത്തിൽ സൈബർ ഇടത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ കേസുകൾ വരുമ്പോഴും, അല്ലെങ്കിൽ രാഹുൽ ഒരു ചർച്ചയ്ക്കിരുന്നാലോ അല്ലെങ്കിൽ രാഹുൽ ഒരു പ്രസ്താവന നടത്തിയാലോ അതിനൊക്കെ ഉണ്ടാകുന്ന ഒരു റീച്ച് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്ത് കേസ് വന്നാലും അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിൽ മറ്റൊരു രീതി ഇരയെ അപമാനിക്കുന്ന തരത്തിൽ. സി കൃഷ്ണകുമാർ BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, രാഹുൽ അറസ്റ്റിലായില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. പല കേസുകളിലും വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൃഷ്ണകുമാർ, ഹലോ, കേൾക്കാമോ സാർ? കൃഷ്ണകുമാർ കേൾക്കാമോ? ഇല്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്ക് വളരെ പണ്ട് ശശിനാരായണനിലേക്ക് ഒന്ന് പോകണം. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ, വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ അല്പസമയത്തിനകം. കൃഷ്ണകുമാർ കേൾക്കാമോ? അല്ല, നേരത്തെയുള്ള 2 കേസുകളിലും അറസ്റ്റിലായില്ല എന്നുള്ളതായിരുന്നല്ലോ ആക്ഷേപം. വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. ഇപ്പോൾ കുടുങ്ങിയിരിക്കാൻ ഒടുവിൽ. അതെ, അതായത് രാഹുല് ഒരു ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കഥകളാണ് പുറത്തു വരുന്നതല്ലോ. ഇത് സംബന്ധിച്ച് നേരത്തെ KPCC നേതൃത്വത്തിനും കോൺഗ്രസിന്റെ നേതാക്കൾക്കും എല്ലാം അറിയാം. ഇത്രയേറെ നിഷ്ഠൂരമായിട്ട് വളരെ ക്രൂരമായിട്ട് സ്ത്രീകളോട് പെരുമാറാനുള്ള ഒരു അവസരം യഥാർത്ഥത്തിൽ ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ്. ഇതിൽ പ്രധാന കുറ്റവാളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.